സോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്കിൻ കെയർ ആയിട്ടാണ്. നാട്ടിലെത്തിയ പിന്നെ സ്കിൻ കെയർ എനിക്ക് വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവ്. ഞാൻ ആദ്യം അവിടെ ആയിരുന്നപ്പോൾ ഞാൻ ഓർത്ത് നാട്ടിലൊന്ന് എത്തട്ടെ, സ്കിൻ കെയർ ഞാൻ അങ്ങ് മറക്കുന്നൊക്കെ വിചാരിച്ചു വന്നതാട്ടോ. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നല്ലൊരു ക്ലിനിക്കൊക്കെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഗ്ലോയിങ് സ്കിൻ ക്ലിനിക് കണ്ണിൽ പെട്ടത് കേട്ടോ. അങ്ങനെ കൺസൾട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നല്ലൊരു എന്താ പറയുക ഡിഫറൻസ് ഉണ്ട് സ്കിൻ കെയറിനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് പോകുന്നത് ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ്. എനിക്കറിയാം, ഞാൻ കുവൈറ്റിൽ ഓൾറെഡി ഒരു 5-6 സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ബാക്കി പെൻഡിങ് ആണ്. മൊത്തം അന്ന് അവർ പറഞ്ഞത് 9 to 10 സെറ്റിങ്സ് വേണമെന്നാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് അനുസരിച്ചിട്ട്. ഇത് ഓരോരുത്തരുടെയും ഹെയർ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് കേട്ടോ. അത് കുറഞ്ഞ് വരുന്ന അനുസരിച്ചിട്ടാണ് അവർ സെറ്റിങ്സ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ടോട്ടലി ഒരു 6 സെറ്റിങ്സ് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ എന്താണെങ്കിലും അവിടത്തേക്കാളും വ്യത്യാസം ഉണ്ടാവും. എന്താണെങ്കിലും ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ആ ഒരു രീതിയും എല്ലാം വ്യത്യാസം ഉണ്ടാവും. സോ ഞാൻ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും സ്റ്റാർട്ട് വെച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അവിടെ എന്തൊക്കെ സർവീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ സർവീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള ഗ്ലോയിങ് സ്കിൻ ക്ലിനിക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ക്ലിനിക്ക് വന്നിട്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ, ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ സ്റ്റാഫിന് ഇവിടെ വരുന്ന ക്ലയൻസിനോടുള്ള ഒരു അപ്രോച്ചാണ്. ഭയങ്കര കാം ആൻഡ് പൊളൈറ്റ് തന്നെയായിട്ടാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതും എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മൾ. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഇതാ വന്ന് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം തന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, ഓരോ പ്രൊസീജിയേഴ്സിനും ഓരോ റൂമും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന വേറൊരു കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് ആസ് യു ക്യാൻ സീ, ഞാനിവിടെ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഇരിക്കുന്നത് വരെ അവരുടെ വേ ഓഫ് അപ്രോച്ചും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലാവും. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊസീജിയറെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എന്താ കയറുകയാണ് കേട്ടോ. അവരുടെ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡോക്ടറെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റ്സിൽ നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ആവും. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് ചെറിയൊരു ക്ലിപ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഫേസിൻ്റെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഫേസ് കഴിഞ്ഞിട്ടാണ് ഫുൾ ബോഡി ചെയ്യുന്നത്. ഫേസിലിപ്പോൾ ആദ്യം തന്നെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? റീസെൻ്റ്ലി നോ, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഗ്രോത്ത് ഒട്ടും തന്നെ ഇല്ല. ഇതിപ്പോൾ വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പർ ലിപ്പ് ഉണ്ട്. ഓക്കെ, ബോഡി ഒക്കെ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? ഫൈൻ ഹെയർസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് ചെയ്യുമ്പോൾ ചില പാർട്സിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. ഫുൾ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ചില ഏരിയാസിൽ ഉണ്ടാവും. ശരി, അപ്പൊ അതവര് നോക്കിയിട്ട് റേസർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഫേസിലുള്ള മേക്കപ്പും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. എന്നിട്ടാണ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ലേസർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് ഒക്കെ വരുന്നത്. സോ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ബോഡി സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഹെയർ ഗ്രോത്ത്. എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് ഒന്നുമില്ല, നോർമലായിട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളുള്ളൂ. പക്ഷേ ലേസർ കഴിഞ്ഞിട്ട് നമുക്കുള്ള ഹെയർ ഗ്രോത്ത് തന്നെ അത് വീണ്ടും വരും. വന്നൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് പയ്യെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാന്ന് പറയില്ലേ, അങ്ങനെ ഹെയർ ഗ്രോത്ത് വീണ്ടും വരാൻ ചാൻസസ് ഉണ്ട്.
വന്നു കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പയ്യെ അത് കൊഴിഞ്ഞു പോകുള്ളൂ. ഇങ്ങനെ ഒരു 4-5 സെഷൻ വരെ ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ഹെയറൊക്കെ വീണ്ടും വളർന്നു വരും, അതങ്ങനെ പയ്യെ പയ്യെ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഗ്രാജുവലി ഒരു 6-7 സിറ്റിങ്സ് ഒക്കെ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ വരാതെയായി തുടങ്ങും. ഹെയർ പിന്നെ വരാതെയായി തുടങ്ങും. അങ്ങനെ പോയി 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 ഒരു 8-9 സിറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഒട്ടും വരാതെയാവും. അങ്ങനെയാണ് നമ്മുടെ ഈ ലേസർ ഹെയർ റിമൂവൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ 2-3 സെഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ലേസർ പെർമനൻറ്റ് ഹെയർ റിമൂവലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൽ കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ട്. ശരിക്കും ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയറിന് ഇത്രയും സിറ്റിങ്സ് വേണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു കംപ്ലീറ്റ് 9 അതിപ്പോൾ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പറഞ്ഞത് എനിക്കെടുത്ത ആ ഒരു സിറ്റിങ്സ് എന്ന് പറയുന്നത് 8-9 സിറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടും മാറുക. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ PCOD കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കും PCOD ഉണ്ട്, പക്ഷേ എന്നെപ്പോലെ ആവണമെന്നില്ല. എല്ലാവർക്കും ഒത്തിരി ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് ടൈം എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട്. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് സിറ്റിങ്സ് എടുത്താൽ മാത്രമാണ് ഒരു പ്രോപ്പർ ഹെയർ റിമൂവൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുകയുള്ളൂ. സോ ആദ്യം തന്നെ നമ്മളുടെ ഓരോ സിറ്റിങ്ങിന് വരുമ്പോഴും ഇതുപോലെ ഹെയർ ഷേവ് ചെയ്ത് കളയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേസർ ചെയ്യുമ്പോൾ ഹെയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ഹെയർ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേവ് ചെയ്യരുത്. അതിനുശേഷം പയ്യെ പയ്യെ ഗ്രാജുവലി നമ്മൾ ഓരോ വരുന്ന ടൈമിൽ നമുക്ക് കളയാം. അപ്പം എന്താണെങ്കിലും അവർ വരുമ്പോഴും നമുക്കിത് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ ഹെയർ പയ്യെ റിമൂവ് ചെയ്തിട്ടായിരിക്കും ലേസർ പ്രൊസീജിയർ സ്റ്റാർട്ടാക്കുക. അങ്ങനെ ക്ലെൻസിങ്ങും ഹെയർ റിമൂവിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്തതായിട്ട് ഈ ഒരു ഐവെയർ വെക്കും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ കണ്ണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. വേറെ റേഡിയേഷനും കാര്യങ്ങളൊന്നും നമ്മുടെ കണ്ണിലേക്ക് ഒന്നും അടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് നമ്മളുടെ ഫേസിൽ ഒരു ജെല്ല് അപ്ലൈ ചെയ്യും. ഇതൊരു കൂളിംഗ് ജെല്ലാണ്. കാരണം ലേസർ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഹീറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. ആ സമയത്ത് കുറച്ച് പെയിൻഫുള്ളായിരിക്കും. അപ്പം അത് ഈ ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒട്ടും നമ്മൾ അറിയില്ല. ചെറിയതായിട്ട് മാത്രമേ നമുക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. കാരണം ജെല്ല് ഇടുന്നതുകൊണ്ട് ഭയങ്കര കൂളിംഗ് ആയിരിക്കും ഫേസിലേക്ക് വരിക. ഫേസിലാണെങ്കിലും ബോഡി പാർട്സിലാണെങ്കിലും ഇത് ഫുൾ ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ലേസർ ചെയ്യുന്ന ആ ഒരു മെഷീൻ നമ്മൾക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ജെല്ല് ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ലേസർ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറയാലോ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ആ ഒരു ചെറിയ പെയിൻ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ പെയിൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, കുവൈറ്റിൽ ചെയ്ത എക്യുപ്മെൻറ്റ് വേറെ തന്നെയായിരുന്നു. അത് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹീറ്റ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ബോഡിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ ജെല്ല് ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വേദന അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അടങ്ങി കിടക്കുന്നതാണ്. മറ്റേതായിരിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട്, അയ്യോ എന്ന് ഇപ്പോഴും വിളിച്ചെന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഞാനൊന്നും ഉറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. കാരണം ഞാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഫേസിൽ കഴിഞ്ഞത് അങ്ങനെ ഓരോ ബോഡി പാർട്സ് പിന്നെ അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സോ ഇൻറ്റിമേറ്റ് ഏരിയയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലർക്കും ടെൻഷൻ ഉണ്ട്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സേഫാണ് ലേസർ ചെയ്യുന്നത്. ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സാണ്. പക്ഷേ ഞാൻ ഇത്രയും ചെയ്തിട്ടാണെങ്കിലും എനിക്ക് യാതൊരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്താൽ മതി. നമ്മൾ സ്വയമേ ഒരു ഡിസിഷൻ എടുത്തിട്ട് ചെയ്യാതിരിക്കുക. എപ്പോഴും ഡോക്ടർ കൺസൾട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല, സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ ക്രീം ഉണ്ട്, അത് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ മുഖം ഇങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ട് എന്തോ പോലെ ഇരിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.